കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയത്ത് ഒരിക്കൽ കൂടെ ദൈവമുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് നമുക്ക് നൽകിയ നല്ല അവസരത്തിനായി സ്തോത്രം. നിങ്ങളെല്ലാവരും സന്തോഷത്തോടുകൂടെ രാവിലെ സമയത്ത് എഴുന്നേറ്റ് വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. രാവിലെ ദൈവമുഖം കണ്ട് ഉണരുക, അതിൽ കൂടുതൽ സന്തോഷം നമുക്ക് വേറെ ഒന്നും ഒരിടത്തു നിന്നും കിട്ടാനില്ല. ഹല്ലേലൂയ. ഇന്നത്തെ പകൽ മുഴുവൻ നിങ്ങൾക്ക് ദൈവിക സംരക്ഷണം നൽകപ്പെടട്ടെ, ദൈവിക പരിപാലനത്തിലേക്ക് നിങ്ങൾ നയിക്കപ്പെടട്ടെ, ദൈവത്തിൻ്റെ കരുതൽ നിങ്ങൾക്കുണ്ടാകട്ടെ. സ്തോത്രം. സമാധാനവും സന്തോഷവും അനുഭവിക്കുന്ന ഒരു ദിവസമായി ഇന്ന് പകൽ തീരട്ടെ. അനർത്ഥങ്ങളും ആപത്തുകളും ഒക്കെ മാറിപ്പോകട്ടെ. നമുക്ക് ദൈവസന്നദ്ധയിൽ പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം. ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം, ദൈവത്തിന് സ്തോത്രം, 7, 8, 9 വാക്യങ്ങളെ. അവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴിൽ ഉള്ള മനുഷ്യൻ ആകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്നുത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നമ്മൾ ഈ രാവിലെ സമയം നിങ്ങൾക്ക് നൽകേണ്ടതിന് വേണ്ടി ഇവിടെ വായിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒരു ശതാധിപന്റെ ദാസന് ഉണ്ടായ അസുഖത്തിൽ അവന് സൗഖ്യമുണ്ടാകേണ്ടതിന് വേണ്ടി യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ഈ ശതാധിപൻ കടന്നു വരുന്ന ഒരു സന്ദർഭമാണ് നമ്മൾ വായിച്ചത്. ആ ശതാധിപന്റെ ബാല്യക്കാരന് ഒരു വിടുതലുണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഈ ശതാധിപന്റെ ഒരു പ്രിയദാസനാണ് ഈ പക്ഷപാതം പിടിച്ച് അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതയാൽ ഇവനായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പുറജാതിക്കാരനായിരിക്കുന്ന ശതാധിപന്റെ അപേക്ഷ കർത്താവ് കേൾക്കുകയും അത് അംഗീകരിച്ചുകൊണ്ട് ഞാൻ അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് യേശു അവനോടൊപ്പം പോകുവാനായി താല്പര്യപ്പെടുകയാണ്. അപ്പോഴാണ് ശതാധിപൻ ഇങ്ങനെ പറയുവാനിടയായത്. അവനോട് ഞാൻ വന്നവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ശതാധിപൻ പറയാണ്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ ഞാൻ യോഗ്യനല്ല. സ്തോത്രം. എന്നിട്ട് പറഞ്ഞ ആ വാക്കുകൾ കർത്താവിനെ അത്ഭുതപ്പെടുത്തി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തു ആരാണെന്നുള്ള അറിവാണ്, ദൈവത്തിന് സ്തോത്രം, നമ്മെ അവൻ്റെ അടുക്കിലേക്ക് അടുക്കുവാനുള്ള ആഗ്രഹവും തീഷ്ണതയും സമർപ്പണവും ഒക്കെ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ കർത്താവിനെ അറിയേണ്ടതുപോലെ നമ്മൾ അറിയുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥമായ സത്യം. സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ അധികാരം എന്താണ്? ശതാധിപനൊരു കാര്യം മനസ്സിലായി. കർത്താവ് എൻ്റെ വീട്ടിൽ വരാതെ അവിടെ നിന്നുകൊണ്ട് ആ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ദാസന് സൗഖ്യമാകുമെന്നുള്ള ഉറപ്പ് ആ ശതാധിപന് ഉണ്ടായിട്ട് അവൻ പറയുന്ന ഒരു വാക്കാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ദൈവം, എൻ്റെ ബാല്യക്കാരന്, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് എന്ന് പറഞ്ഞാൽ നീ അവിടം വരെ വരേണ്ട ആവശ്യകതയില്ല. ഇവിടെ നിന്നുകൊണ്ടൊരു വാക്ക് നീ കൽപ്പിച്ചാൽ മതി. എത്ര ശ്രേഷ്ഠമായൊരു വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്
പുറജാതിക്കാരനായ ശതാധിപന്റെ ആ വിശ്വാസത്തിന്റെ വാക്കുകൾ, കർത്താവേ നീ ഇവിടെ നിന്നുകൊണ്ട് പറഞ്ഞാലും എന്തു ചെയ്യും? എൻ്റെ ദാസന് സൗഖ്യമുണ്ടാകും. സ്തോത്രം! ഇത്ര വലിയ അത്ഭുതകരമായ വിശ്വാസം, ദൈവത്തിന് സ്തോത്രം. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറ്റുന്നുണ്ടോ? ഒരു ഡോക്ടറെ ചെന്ന് കണ്ടിട്ട് പറയുകയാണ്, ഡോക്ടറെ രോഗി ഇന്നപോലെ വീട്ടിലാണ്, അതുകൊണ്ട് നീ എന്തു ചെയ്യണം, അവനെ സൗഖ്യമാക്കണമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുകയാണ്, ഞാൻ ഇതാ വരിക എന്ന് പറയുമ്പോൾ ഡോക്ടറോട് പറയുകയാണ്, അല്ല ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ദാസന് സൗഖ്യമാകും എന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? ഇത് വിശ്വാസത്തിൻ്റെ ആഴം വെളിപ്പെടുകയാണ്. ക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ലുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഉൽപാദിതമാകേണ്ടുന്ന വിശ്വാസത്തിൻ്റെ ആ അത്ഭുതകരമായ, ദൈവത്തിന് സ്തോത്രം, അദൃശ്യമായ ദൈവിക വിശ്വാസം. ദൈവത്തിന് സ്തോത്രം. ഇതാണ് ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുന്നവരിൽ ഉണ്ടാകേണ്ടുന്ന അതിപ്രധാനപ്പെട്ട ഒരു ഘടകമാണത്. ഹല്ലേലൂയ! അവൻ എന്നിട്ട് പറയുന്ന വാക്കുകൾ ഇതാണ്, എൻ്റെ കീഴിൽ, എൻ്റെ അധികാരത്തിൻ്റെ കീഴിൽ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, ഞാനും അധികാരത്തിൻ കീഴിൽ ഉള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പടയാളികൾക്ക് മേലധികാരിയാണ്. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്, എൻ്റെ മേലിലും അധികാരികളുണ്ട്. എൻ്റെ മുകളിലുള്ള അധികാരികൾ പറയുന്നത് ഞാൻ കേൾക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ കീഴിലുള്ള പടയാളികൾ കേൾക്കുന്നു. അതാണ് അവിടെ പറയുന്നത്. എൻ്റെ നോക്കുക, ശ്രദ്ധിക്കുക, ഞാൻ അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു. എൻ്റെ കീഴിൽ പടയാളികളുണ്ട്. ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു, മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു. എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. ഹല്ലേലൂയ! അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. എന്ന് പറഞ്ഞാൽ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. ഇന്ന് ആമേൻ രാവിലെ സമയത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ ആമേൻ സിംഹാസനസ്ഥനായിരിക്കുന്ന നമ്മുടെ ആമേൻ യഹോവയായ ദൈവം, ആ പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന പുത്രനായ ക്രിസ്തു, ദൈവത്തിന് സ്തോത്രം, ഒരു വാക്ക് നിനക്ക് വേണ്ടി ആമേൻ അവിടുന്ന് പുറപ്പെട്ടാൽ ആ വാക്ക് അല്ലെങ്കിൽ ആ ശബ്ദം ആമേൻ വലിയ അത്ഭുതങ്ങൾ നിന്റെ വീടിനകത്ത് സൃഷ്ടിപ്പാനിടയായി തീരും. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിന്റെ വീടിനകത്തൊരു വലിയ അത്ഭുതം സൃഷ്ടിപ്പാൻ ആമേൻ നിന്റെ ആമേൻ കർത്താവിൻ്റെ ആ ശബ്ദം നിന്റെ വീടിനകത്തേക്ക് വന്നാൽ മതി. അവിടെ അത്ഭുതം നടക്കും, ദൈവിക വിടുതലുകൾ നടക്കും, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ദൈവത്തിന് സ്തോത്രം. നീ ഒരു വാക്ക് കൽപ്പിക്കുക, അത്രമാത്രം അധികാരമുള്ളവനാണ് നീ, അത്രമാത്രം പവർ ഉള്ളവനാണ് നീ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നീ ഇവിടെ നിന്നൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ശതാധിപന്റെ മേലുള്ള രോഗത്തിന്റെ ആ ബാധ അഴിഞ്ഞു മാറുവാനിടയായി തീരും. ഇന്ന് രാവിലെ സമയത്ത് ഏതെങ്കിലും പ്രതിസന്ധിയുടെ നടുവിൽ നീ വീടിനകത്ത് ഭാരപ്പെട്ട് മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ തകർന്ന അനുഭവത്തിൽ കഴിയുന്ന വ്യക്തിയാണോ, ഞാൻ ഉറപ്പു പറയാം, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള ആമീൻ ആ ദൈവിക മഹത്വത്തിന്റെ ശക്തി, ആ മഹത്വം, ആ ശബ്ദം നിന്റെ വീടിനകത്തേക്ക്, നിന്റെ ജീവിതത്തിനകത്തേക്ക് വന്ന് കയറിയാൽ അതൊരു സ്ഫോടനമായി, ഒരു അത്ഭുതമായി, ഒരു അതിശയമായി നിന്റെ ജീവിതത്തിൽ മാറും. നീ അത് വിശ്വസിക്കണം. കർത്താവ് അതിനായി സഹായിക്കട്ടെ. നോക്കുക, ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്. അത് കേട്ടിട്ട് യേശു അതിശയിച്ചു. പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശു പറയുകയാണ്, ഇസ്രായേലിൽ കൂടെ ഇത്രയും വലിയൊരു വിശ്വാസം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വന്തം ജനം. ഹല്ലേലൂയ. നമുക്ക് കുറച്ചുകൂടെ കടന്നു പറഞ്ഞു കഴിഞ്ഞാൽ പെന്തക്കോസ്തിന്റെ ആമേൻ വിശ്വാസ മേഖലയിൽ നിൽക്കുന്ന വിശ്വാസികൾ, കർത്താവിൻ്റെ ശിഷ്യഗണങ്ങൾ, അവരുടെ ഇടയിൽ പോലും ഇത്ര വലിയ വിശ്വാസം നമ്മളൊന്നും അല്ല. നമ്മുടെയൊക്കെ ധാരണ നമ്മളാണ് വലിയ വിശ്വാസികൾ എന്നാണ് എന്ത് ചെയ്ത് ധരിച്ചു വെച്ച്. അല്ലല്ല കേട്ടോ. പുറത്ത് കർത്താവിനെ വിശ്വസിക്കുന്ന ഒരുപാട് ജാതീയരായ ആളുകൾ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്.
ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അപ്പോ അങ്ങനെ അത് ശരി. പിൻചെല്ലുന്നവരോട് പറഞ്ഞു, ഇസ്രായേൽ കൂടി ഇത്ര വലിയൊരു വിശ്വാസം കണ്ടിട്ടില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. കിഴക്കുന്ന് പടിഞ്ഞാറുന്ന് അനേകർ വന്ന് അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെയും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാർ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്കും തള്ളിക്കളെ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു സദാവിനോട് പോവുക, നീ വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ആ നാഴികൾ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. ഹല്ലേലൂയ! എത്ര മഹത്വകരമായ വിടുതലിന്റെ ശുശ്രൂഷ ഇവിടെ കർത്താവ് ചെയ്യും. യേശു പറയുകയാണ്, പിന്നെ യേശു ശതാധിപനോട് പോകുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അവന്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു. എത്ര അത്ഭുതകരമായ ദൈവിക വിടുതലാണ്. നമുക്ക് ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നീ വിശ്വസിക്കുക, വിശ്വാസത്തിന്റെ വാക്കുകൾ പറയുക. കർത്താവേ, നിനക്ക് കഴിയുമെന്ന് പറയുക. നീ ഒരു വാക്ക് എനിക്ക് വേണ്ടി സംസാരിക്കണമെന്ന് പറയുക. ഒരു വലിയ അത്ഭുതം നീ പ്രതീക്ഷിക്കുക. ആമേൻ. ഇന്ന് രാവിലെ സമയത്ത് നിന്റെ ജീവിതയാത്രയിൽ ഒരു അത്ഭുതം നീ പ്രതീക്ഷിക്കേ. ദൈവമഹത്വം നിന്നിൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, കർത്താവിന് മഹത്വം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോവുക. ഇത് ഷെയർ ചെയ്ത് കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ മാനിക്കപ്പെടട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹമേറിയ നല്ല ഈ സന്ദേശത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്ന എല്ലാവരുടെയും ജീവിതത്തെ കർത്താവേ അത്ഭുതകരമായ അതിശയകരമായ വിശ്വാസത്തിന്റെ ആഴങ്ങളിൽ ഇറങ്ങുവാൻ ദൈവം സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും വിഷയത്തിന് നടുവിൽ ഭാരപ്പെടുന്ന, വേദനപ്പെടുന്ന, നിരാശപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മേൽ ഈ വചനത്തിന്റെ ശക്തി അതിവേഗം സഞ്ചരിച്ച് വിടുതൽ നൽകുമാറാകണമേ. തിരുനാമ മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യണം. അനേകർക്ക് ഇത് പ്രയോജനകരമായി തീരട്ടെ. ഗോഡ് ബ്ലെസ് യു.